저는 국밥을 줄래 인제 Malayalis Hema is Videsham is Egypt say right now കേരം നിങ്ങളുടെ നാടിൻ കാര്യം കണ്ടുമടുത്ത് കടതാണ്ടി മറുതീരം തേടി അവരിക്കരയെത്തിയ നേരം അക്കരെ എന്തൊരു ഭേദം ഇവിടൊളിയമ്പും കുതികാലും മാത്രം മൂക്കില്ല നാട്ടിൽ പൊങ്ങച്ചക്കൂട്ടിൽ മുറിമൂക്കൻ രാജൻ മറുനാട്ടിൽ പൊടിപൂരം മൂക്കില്ല നാട്ടിൽ പൊങ്ങച്ചക്കൂട്ടിൽ മുറിമൂക്കൻ രാജൻ വിദേശം വിചിത്രം മലയാളി എന്നും ഗമയുടെ കോലം ഏഷണിശീലം വിദേശം വിചിത്രം വിദേശം വിചിത്രം വിദേശം വിചിത്രം വിദേശം വിചിത്രം SilverVideoUSA.com. For Malayalam movies, DVDs, and Blu-rays, visit SilverVideoUSA.com. അതൊരു വെറും തലോടലല്ല, ചില മൂല്യങ്ങൾ നമ്മളിലേക്ക് പകർന്നു തരിക കൂടിയാണ്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും നമ്മെ താങ്ങി നിർത്തുന്ന ഒരു അദൃശ്യ ശക്തി ഉണ്ടാകും. കോടിയൽ ഇൻഷുറൻസ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽ കോൺടാക്ട്. ജോൺസൺ, നിങ്ങൾക്ക് ഡാലസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? അതോ ഗൾഫ് തന്നെയാണോ ഇഷ്ടം? ഡാലസ് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ വയ്യ. എന്നാലും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. കുറെ നാൾ ഒരിടത്ത് താമസിച്ചിട്ട് വേറൊരിടത്തോട് മൂവ് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ടു വരാൻ കുറെ സമയമെടുക്കും. അത് സാധാരണയാ. റോഡും സൗകര്യങ്ങളും എല്ലാം മെച്ചം. പക്ഷെ ചൂട് ഇവിടെയും കൂടുതലാ. സമ്മറായ ചൂട് കൂടും, പിന്നെ തണുപ്പ് കുറവാ. നിങ്ങൾ ചിക്കാഗോയ്ക്ക് പോയിരുന്നെങ്കിൽ സഹിക്കുവല്ലായിരുന്നു. ആ ഒരൊറ്റ കാരണത്താലാ ചിക്കാഗോയ്ക്ക് മൂവ് ചെയ്യാതെ ഡാലസിലേക്ക് തന്നെ മൂവ് ചെയ്തത്. തണുപ്പ് ഒട്ടും സഹിക്കാൻ വയ്യ. ചിക്കാഗോയിൽ സ്നോ കോരി മാറ്റുന്നത് ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോ തന്നെ വിറയ്ക്കുക. ഇവിടെ സ്നോ വീഴും, പക്ഷെ പെട്ടെന്ന് നിൽക്കും. മാത്രമല്ല പെട്ടെന്ന് ഉരുകി പോവുകയും ചെയ്യും. ആട്ടെ, ജോലി കിട്ടാൻ എങ്ങനെയാ ഇവിടെ? അത്ര എളുപ്പമല്ല. നേഴ്സുമാർക്ക് വലിയ ബുദ്ധിമുട്ടില്ല, മറ്റുള്ളവർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാ. അത് അവിടെ അങ്ങനെയൊക്കെ തന്നെയാ. പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോ? അത്യാവശ്യമുള്ളതൊക്കെ സുനിലിന്റെ സഹായത്താൽ വീട്ടിലെത്തിച്ചു. ഇനിയുള്ളതൊക്കെ പുതിയ വീട് വാങ്ങിയിട്ട് മതി. വാടക വീട്ടിൽ ഇത്രയൊക്കെ മതിയെന്നു. ഹലോ, അതെ, ഉണ്ട്, വെറുതെ ഇരിക്കുക. ജോൺസൺ മാത്രമേ ഉള്ളൂ. പോരെ, ലിസിയെ കൂടെ കൊണ്ടുപോരെ. ജോലിയാന്നോ? ശരി, എന്നാ കാണാം. ഓക്കെ. ഞങ്ങളുടെ ഒരു ഫ്രണ്ടാ രാജേഷ്. പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഭർത്താവുദ്യോഗ ഏജന്റാ. ഭർത്താവുദ്യോഗ ഏജന്റോ? അതെന്തോ ഏജന്റാ? ഇവിടെ നേഴ്സായ ഭാര്യമാരെ ജോലിക്ക് വിട്ടിട്ട് വെറുതെ ഇരിക്കുന്ന കുറെ ഭർത്താക്കന്മാരുണ്ട്. അവരൊക്കെ റിയൽ എസ്റ്റേറ്റ് ലൈസൻസ് എടുത്ത് ഏജന്റാന്ന് പറഞ്ഞ് വെറുതെ നടക്കുക. അതാണോ? ആരെങ്കിലും ചോദിച്ചാൽ പറയാനൊരു പണിയായി. വല്ല ബിസിനസ്സും ഉണ്ടോ? ആണ്ടിലൊരിക്കൽ വല്ലതും കിട്ടിയ ഭാഗ്യം. അതെങ്ങനാ? നമ്മുടെ പള്ളിയിൽ തന്നെ ഉണ്ട് 15 പേര്. അതുപോലെ ആ 15-ലൊരുത്തനാണോ ഈ വരുന്നത്? ആ 15-ൽ ഒരുവനാണ് ഇവന്. ജോൺസൺ, ഇത് രാജേഷ്, ഇത് ജോൺസൺ. ഹലോ. ഹലോ. പേര് കേട്ടപ്പോ ഒരു ചെറിയ സംശയം തോന്നിയില്ലയോ? സംശയം ഒന്നും വേണ്ട. മാമോദിസ വെള്ളം വേണം. സത്യക്രിസ്ത്യാനി തന്നെയാ. സത്യക്രിസ്ത്യാനി വേണോ അതോ വെറും ക്രിസ്ത്യാനി പോരെ? അങ്ങനെ ആയിക്കോട്ടെ, വെറും ക്രിസ്ത്യാനി. എന്താ പേര് കേട്ടപ്പോ സത്യത്തിൽ ഹിന്ദുവാന്നാ ഞാൻ വിചാരിച്ചത്. അല്ല, അങ്ങനെ വിചാരിക്കുന്ന ആദ്യത്തെ ആളല്ല ജോൺസൺ. ഇത് പലരും വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് അങ്ങോട്ടൊക്കെ പറഞ്ഞത്. ശരി, അപ്പൊ ഏത് പള്ളിയിലാ പോകുന്നേ? ഞാനും ഓമനയൊക്കെ ഒരു പള്ളിയാ. സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ കൂടിയാ ഈ പള്ളി വെച്ചതേ. ഇപ്പൊ കുറെ പിള്ളേരാ അവിടെ പുള്ളി കളിക്കുന്നത്. അതിനെന്താ, യങ് ജനറേഷൻ വരട്ടെന്ന്. അവർക്കാവുമ്പോ പുതിയ ഐഡിയാസ് ഒക്കെ ഉണ്ടാവും. അല്ല, അവര് വരുന്നത് കൊണ്ടല്ല, ഇതിനൊക്കൊന്നും ഒരു പക്വത ഇല്ലെന്നേ. നമ്മൾ ഈ പ്രായത്തിലല്ലേ ഇതൊക്കെ തുടങ്ങിയത്. അന്ന് നമുക്കെന്തോ പക്വത ഉണ്ടായിരുന്നു. അവര് പഠിക്കട്ടെന്നേ. തന്നെയല്ല, നാട്ടിലെ ചില നേതാക്കന്മാരെ പോലെ 90ാമത്തെ വയസ്സിൽ പ്രധാനമന്ത്രി ആവണം, മുഖ്യമന്ത്രി ആവണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുവോ?
ഓമനയുടെ ആ വരവ് കണ്ടാൽ ഉണ്ണിയാർച്ച അംഗം കഴിഞ്ഞ് വരുന്ന മാതിരിയുണ്ട് കേട്ടോ. അങ്കമോ? ആ വാളും പരിചയമൊക്കെ പിടിച്ച്. ഈ രാജേഷ് എന്തോ പറയുന്നേ? ഒരു കൈ പരിചയം മറ്റേ കൈ വാളും ഒക്കെ ആയിട്ട്. ഓ, അതാന്ന് ഈ ഇഡലിത്തട്ട് കാണാതായിട്ട് കൊറേ നാളായി. ഇപ്പഴാ ഇതൊന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ ഇനി അടുത്ത തവണ ഇഡലി ഉണ്ടാക്കുമ്പോ എന്നെ വിളിക്കാൻ മറക്കണ്ട. അപ്പൊ രാജേഷിന് ഇഡലി അത്രയ്ക്ക് ഇഷ്ടമാണോ? ഇഡലി അത്രയ്ക്ക് ഇഷ്ടമായിട്ടൊന്നുമല്ല. ഓമനയുടെ ഇഡലി ഇന്നവരെ കഴിച്ചിട്ടില്ലല്ലോ, അതിന്റെ രുചി ഒന്ന് അറിയാമെന്ന് വിചാരിച്ച. ഇന്നേ വരെ ആരും എന്റെ ഇഡലി ഇഷ്ടപ്പെടാതെ ഇരുന്നിട്ടില്ല. എന്നാ തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെടും. ഓ, ഇത് ഇവിടെ ഇരിക്കുവായിരുന്നു, ഞാൻ ഇതും തപ്പി നടക്കുമായിരുന്നു. ആ ജോൺസാ, അപ്പൊ ജോൺസന്റെ ഫാമിലിയൊക്കെ? ഭാര്യ ബെറ്റ്സി സുനിൽ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലില് ആപ്ലിക്കേഷൻ ഇടാൻ വേണ്ടി സുനിലിലൂടെ പോയിരിക്കുക. ഓ, മോള് മെഡിസിൻ ബാംഗ്ലൂർ പഠിക്കുന്നു. ആഹാ. വീട് ഇപ്പൊ റെന്റിന് എടുത്തിരിക്കാം. അതെ, ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ്. വീട് വാങ്ങിക്കുന്നെങ്കിൽ എന്റെ വാങ്ങിക്കാം. അതിനെന്താ കുഴപ്പമില്ല. ഇതാ എന്റെ ബിസിനസ് കാർഡ്. ഓക്കെ, അപ്പം നമുക്ക് പള്ളി കാണാം. ഓക്കെ, ശരി എന്നാ. ഓമനെ, ഞാൻ ഇറങ്ങാ കേട്ടോ, അതോടച്ചേരെ. നമ്മൾ ഇത്രയും നേരത്തെ വന്നിട്ടും കുറെ പേരുണ്ടല്ലോ ഇവിടെ. അതൊക്കെ ഷെവലിയർമാരായിരിക്കും. വിട്ടുപിടിയുന്നേ, നമ്മൾ ആദ്യമായിട്ടല്ലേ ഈ പള്ളിയിൽ. നമ്മൾ ആളുകളെ അങ്ങനെ ജഡ്ജ് ചെയ്യരുത്. ഇവന്മാരുടെ ഒക്കെ കൂടെ കൂടിയാൽ നമ്മളും മെന്റലാവും. കുറച്ചകന്ന് നിൽക്കുന്നതാ നല്ലത്. നമുക്ക് വേണേ കാറി കുറെ സമയം ഇരിക്കാം, എന്നിട്ട് സമയമാകുമ്പോ അങ്ങ് ഇറങ്ങിയാൽ മതി. ഹലോ, ജോൺസൺ അല്ലേ? അതെ, എന്റെ പേര് സുനിൽ. ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ്. കഴിഞ്ഞ 2 വർഷം ഈ പള്ളിയിലെ ട്രസ്റ്റി ആയിരുന്നു. ഇപ്പൊ കുറച്ച് പിള്ളേരടിച്ചു കയറിയപ്പോ നമ്മളാവട്ടെ. ജോൺസൺ ഗൾഫിൽ നിന്ന് മൂവ് ചെയ്താണല്ലേ? അതെ. എന്റെ പേരും നാളും ഒക്കെ എങ്ങനെ അറിഞ്ഞു? പുതിയതായി ആര് വന്നാലും ഞങ്ങൾ അറിയും. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു സെറ്റപ്പ്. എന്റെ കയ്യിൽ 3-4 വീടുകളുണ്ട്. നമുക്കൊരു വീടൊക്കെ ശരിയാക്കണ്ടേ? ഞങ്ങളിങ്ങി വന്നതല്ല ഉള്ളോ, പതുക്കെ മതിയെന്ന് വിചാരിച്ചു. കുർബാന തുടങ്ങിയിട്ടില്ല. കുർബാനയ്ക്ക് മുമ്പ് പോയാൽ നമുക്കൊരു വീട് കണ്ടിട്ട് ഉടനെ തിരിച്ചു വരാം. ഈ സ്ഥലമൊക്കെ ഒന്ന് പഠിച്ചിട്ടാകാമെന്ന് കരുതുക. ഇവിടെ മുഴത്തിന് 300 ഏജന്റുമാര്. പക്ഷെ ഏറ്റവും കൂടുതൽ കമ്മീഷൻ കൊടുക്കുന്നത് ഈ ഞാനാണ്. അവരെ വിട്ടുപിടി. അതെന്റെ കസ്റ്റമേഴ്സാ. അതെങ്ങനെയാ രാജേഷ്? ഞാനല്ലേ അവരെ ആദ്യമേ പരിചയപ്പെട്ടത്. ജോൺസനെ ഞാൻ ഇന്നലെ പരിചയപ്പെട്ടതാ. ജോൺസൺ, ഒരു കാര്യം ഞാൻ പറയാം. പുള്ളിക്കാരോട് വീട് വാങ്ങിച്ചാൽ വഴക്കടിച്ചെങ്കിലേ കമ്മീഷൻ കിട്ടുള്ളൂ. അതും കാര്യമായിട്ടൊന്നും കിട്ടുന്നുമില്ല. ഒരാളുടെ പ്രത്യേക താല്പര്യമനുസരിച്ചുള്ള ഏജന്റിനെ തിരിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രത്യേക താല്പര്യം തന്നെയല്ലേ? തന്റെ കസ്റ്റമറെ ഞാൻ അടിച്ചു മാറ്റപ്പെടുത്താൻ ഇത് തന്നെ പറയണം. അന്നേരം പിന്നെ കാണണമെന്ന് പറയരുത് കേട്ടല്ലോ. രാജേഷ്, ഈ കസ്റ്റമറുടെ മുമ്പിൽ വെച്ച് എന്നെ കൊച്ചാക്കിയത് ശരിയായില്ല കേട്ടോ. അത് താൻ എന്റെ കസ്റ്റമറുടെ ചാടി വീണോണ്ടല്ലേ. ഹലോ ജോൺസൺ, എന്റെ പേര് സിവി. ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം. ഗൾഫിൽ നിന്ന് വന്നതാണല്ലേ? ഓ, അതൊക്കെ മനസ്സിലായി. രാജേഷിന്റെ ഒരു സുഹൃത്താണ്, പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു. പിന്നെ ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ് കേട്ടോ. അതിന് ഞങ്ങൾ വീട് വാങ്ങിയില്ലല്ലോ, വാങ്ങുമ്പോ അതേ കുറിച്ച് ആലോചിക്കാം. കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെ ഇൻഷുറൻസ് ബിസിനസ് ആണ് എനിക്ക്. പുതിയ പല ആളുകൾ ഏജന്റന്മാരുണ്ട്. പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി അവർ കവറേജ് കുറയ്ക്കും, സൂക്ഷിക്കണം. ടെക്സാസിൽ ആവശ്യമുള്ള കവറേജ് ഇല്ലെങ്കിൽ ഹെയിലോ ടൊർണാഡോയോ അടിച്ചാൽ ഒത്തിരി കാശ് കയ്യിൽ നിന്ന് പോകും, സൂക്ഷിക്കണം. ശരിയോ? താങ്ക് യു ഫോർ ദി ഇൻഫോർമേഷൻ. ഞാൻ ഡയറക്റ്റ് ഏജന്റ് ആണ് കേട്ടോ. ഇവിടെയുള്ള മറ്റെല്ലാവരും സബിന്റെ സബും ആണ്. അതുകൊണ്ട് ബിസിനസ് എനിക്ക് തന്നെ തരണം കേട്ടോ. ആകട്ടെ, സമയമാകുമ്പോ ആലോചിക്കാം. സമയമാകുമ്പോ വിളിക്കുക. ഇതാണ് എന്റെ ബിസിനസ് കാർഡ്. തീർച്ചയായിട്ടും. ഗൾഫിൽ നിന്ന് ജോൺസൺ അല്ലേ? കറക്റ്റ്. റിയൽ എസ്റ്റേറ്റ് ഏജന്റോ അതോ ഇൻഷുറൻസ് ഏജന്റോ? ശരിയാണ്, ഞാനൊരു ഇൻഷുറൻസ് ഏജന്റാ. വീടിന്റെയും കാറിന്റെയും ഇൻഷുറൻസ് ഒരുമിച്ചെടുത്താൽ നല്ല ഡിസ്കൗണ്ട് കിട്ടും. തന്നെ ഇവിടെയുള്ള ഇൻഷുറൻസ് ഏജന്റ്മാരിൽ ഏറ്റവും ചീപ്പാണ് ഞാൻ. അത് കണ്ടപ്പോഴേ മനസ്സിലായി. തീർച്ചയായിട്ടും ഈ കാറിന് എന്തെന്ന് വെച്ചോ. ശരി, ഓക്കെ, ഞങ്ങൾ വിളിക്കാം കേട്ടോ. ഇടയവൻ നമ്മളേക്കൊന്ന് പണിഞ്ഞതാണെന്നോ തോന്നുന്നത്. ഈ ഗൾഫിൽ നിന്ന് കുടിവരെ നമ്മളെ ഒന്ന് ആക്കിയതാണല്ലോ. വരട്ടെ, അവൻ ഇൻഷുറൻസ് എടുക്കില്ലേ നോക്കാം. അല്ലെങ്കിൽ ഞാൻ അവന്റെ പണിയുന്നുണ്ട്. ഈ കാർഡെല്ലാം കൂടെ വാങ്ങിക്കൂട്ടിട്ട് നിങ്ങൾക്ക് എന്തോ ചെയ്യാനാ? ചെടി എങ്ങനെയാലും ഊരി പോരണ്ടേ? ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതാ, വല്ല ഇംഗ്ലീഷ് പള്ളിയിലെങ്ങാനും പോയാ മതിയെന്ന്. എടി, മലയാളം കുർബാന കാണുമ്പോൾ ഉള്ള സുഖം ഈ ഇംഗ്ലീഷ് കുർബാന കണ്ടാ കിട്ടുവോ? ഭയങ്കര സുഖമല്ലേ.
തമിഴ്നാട്ടിൽ പുറന്ന് ഡൽഹിമേം ബെടാവോകി നിനക്ക് എന്തറിയാം അവിടെ മലയാളം കുർബാനയുടെ സുഖം. പിന്നെ മലയാളം കുർബാനയ്ക്ക് ഇത്രയും സുഖമുള്ള കാര്യം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഇപ്പോഴേലും മനസ്സിലായല്ലോ. നമുക്ക് പള്ളിയകത്തേക്ക് പോകാം. എന്നാ പൊക്കാട്ടോ. അവൻ ജെറൂസലേമിലെത്തി. അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ ഓരോരുത്തരെയായി പുറത്തിറക്കാൻ തുടങ്ങി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ടുപോകാൻ അവൻ ആരെയും അനുവദിച്ചില്ല. അവൻ അവരോട് പറഞ്ഞു, എന്റെ ഭവനം എല്ലാ ജനങ്ങൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഇതിലും ഭേദം ഗൾഫ് തന്നെയായിരുന്നു എന്റെ ബെറ്റ്സി. അതാണ് പറയുന്നത്, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന്. ഇനി എന്തായാലും ഇൻഷുറൻസും എടുത്ത് വീടും വാങ്ങിയിട്ട് വെളിയിലോട്ട് ഇറങ്ങിയാൽ മതി. അതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ തിരക്കി അവരിപ്പൊ ഇങ്ങോട്ടിങ്ങി വരും. എങ്കിലല്ലേ നമ്മുടെ കാശ് അവരുടെ പോക്കറ്റിലാവൂ. ഇതാരാണോ ഇനി? ആരാകാനാ? ഒന്നുകിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റ്, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഏജന്റ്. ഏതായാലും നീ ഒന്ന് പോയി നോക്ക്. ഓ ശരി. ഹലോ ജോൺസൺ, ഞാൻ ഇതിന് പോയപ്പോൾ ഇതുവരെ ഒന്ന് കയറിയിട്ട് പോകാൻ വേണ്ടി. അതിനെന്താ ഇരിക്കേ? നിങ്ങൾ കുറെ ദിവസമായല്ലോ വാടക വീട്ടിൽ താമസിക്കുന്നു. ഈ വീടിന് എന്താണ് പേയ്മെന്റ്? ഒരു $1500 വരും. $1500? താങ്കൾക്കറിയാമോ, സ്വന്തമായ ഒരു വീട് വാങ്ങിച്ചാൽ ടാക്സ് ബെനിഫിറ്റും കിട്ടും, കൂടാതെ പേയ്മെന്റ് ഇതിലും കുറവുമായിരിക്കും. ശരിയോ? ജോൺസന്റെ വീട് എവിടെയാണ്? നാട്ടില് പാലായില്. പ്രോപ്പർ പാലായില? പാലായിൽ നിന്ന് അല്പം കിഴക്കോട്ട് മാറി പൂഞ്ഞാറെന്ന് പറയും. പൂഞ്ഞാറ്. ഈ ഗൾഫിൽ എത്ര കാലം ഉണ്ടായിരുന്നു ജോൺസൺ? ഗൾഫിൽ ഏതാണ്ട് ഒരു 10 വർഷത്തോളം ഉണ്ടായിരുന്നു. നിങ്ങൾ ഏത് റേഞ്ചിലുള്ള വീടാണ് നോക്കുന്നത്? ഒരു 3-3.5 അതോ അതിന്റെ മുകളിലോട്ട് പോകണം? അതിലും താന്നതാ ഞങ്ങളുടെ നോട്ടം. ഞങ്ങൾ 2 പേരല്ലാവുള്ളൂ, പിന്നെ എന്തിനാ ആവശ്യത്തിൽ കൂടുതൽ? ഇവിടെ മലയാളികൾ വാശിക്കാണ് വീടും വണ്ടിയും വാങ്ങിക്കുന്നത്. മറിയാമ്മ 2ന്റെ വീട് വാങ്ങിച്ചാൽ ചിന്നമ്മ 3ന്റെ വീട് വാങ്ങിക്കും. ഇത് കാണുമ്പോ അന്നമ്മയ്ക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? തന്റെ പഴയ വീട് വിറ്റിട്ട് അന്നമ്മ 4ന്റെ വീട് വാങ്ങിക്കും. ഇതാണ് ഇവിടുത്തെ ഒരു രീതി. ഞങ്ങള് മറ്റുള്ളവരെ നോക്കി ജീവിക്കുന്നവരല്ല. അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്റെ വീടിന്റെ ബിസിനസ് സുനിലിന് തരാം, പക്ഷെ എനിക്കൊരു ഡീല് വേണം. അതിനെന്താ, ഇവിടെ ഏറ്റവും കൂടുതൽ കമ്മീഷൻ കൊടുക്കുന്ന ഒരാളല്ലേ ഞാൻ. കമ്മീഷൻ മാത്രം പോരാ, അതെല്ലാവരും കൊടുക്കുന്നതല്ലേ. പിന്നെ എന്താ വേണ്ടത്? എനിക്ക് വേറെ ജോലിയൊന്നും ശരിയാകാത്തത് കൊണ്ട് ഞാനൊരു ഇൻഷുറൻസ് ഏജൻസി എടുത്തു. സുനിലിന്റെ വീടിന്റെയും കാറിന്റെയും ഇൻഷുറൻസ് എനിക്ക് തരികയാണെങ്കിൽ എന്റെ വീടിന്റെ ഡീൽ സുനിലിന് തരാം. അതിനെന്താ, അത് കുഴപ്പമില്ല. ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണമല്ലോ. അത് നമുക്ക് ശരിയാക്കാമെന്നേ. എനിക്കിപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. എന്റെ ഒരു കസ്റ്റമർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു വീട് കാണിക്കാനുണ്ട്. എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇരിക്കുന്നേ, ബെറ്റ്സി കാപ്പി ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് കാപ്പി കുടിച്ചിട്ട് പോവാം. അയ്യോ, ഒരുപാട് ലേറ്റ് ആയി. പിന്നെ ഒരിക്കലാകട്ടെ. അങ്ങനെ ആകട്ടെ. ബിസിനസ് അല്ലേ പ്രധാനം. പിന്നെ കാണാം. ഞാൻ കാപ്പി കൊണ്ട് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പോയോ? ഇതിങ്ങനെ പോയാൽ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഒരു നമ്പർ അങ്ങിട്ടു. അത് ഏറ്റു. ഞാൻ കേട്ടു നിങ്ങളുടെ നമ്പർ. എന്നാ പിന്നെ ഈ നമ്പർ നിങ്ങൾക്ക് നേരത്തെ ആയിക്കൂടായിരുന്നോ? ഇവിടെ വന്ന് ഇവരെയൊക്കെ കണ്ടു കഴിയുമ്പോഴല്ലേ നമുക്ക് ബുദ്ധി ഉദിക്കുന്നത്. കാപ്പി വെറുതെ ഇട്ടല്ലോ. നീ കളയണ്ട. റിയൽ എസ്റ്റേറ്റിന്റെ കാപ്പി ഇൻഷുറൻസ് ഏജന്റ് കുടിക്കുന്നു. നിങ്ങളുടെ നാടിൻ കാര്യം കണ്ടുമടുത്ത് കടതാണ്ടി മറുതീരം തേടി അവരിക്കരയെത്തിയ നേരം അക്കരെ എന്തൊരു ഭേദം. ഇവിടൊളിയമ്പും കുതികാലും മാത്രം. മൂക്കില്ല നാട്ടിൽ പൊങ്ങച്ചക്കൂട്ടിൽ മുറിമൂക്കൻ രാജൻ മറുനാട്ടിൽ പൊടിപൂരം. മൂക്കില്ല നാട്ടിൽ പൊങ്ങച്ചക്കൂട്ടിൽ മുറിമൂക്കൻ രാജൻ വിദേശം വിജയ